നമസ്കാരം. മൊബൈൽ ഉപയോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഉപയോക്താക്കൾക്ക് അവരുടെ മൊബൈൽ സേവനങ്ങൾ തുടർച്ചയായി റീചാർജ് ചെയ്യാതെ തന്നെ ദീർഘകാലത്തേക്ക് നിലനിർത്താൻ സഹായിക്കുന്ന മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ജിയോ, എയർടെൽ, VI, BSNL എന്നിവ ഉൾപ്പെടെ പ്രമുഖ ഇന്ത്യൻ ടെലികോം ദാതാക്കളാണ് സിം കാർഡുകളുടെ സാധുത കാലയളവ് നീട്ടുന്നത് സംബന്ധിച്ച ട്രായ് മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജിയോ, എയർടെൽ, VI, BSNL എന്നീ സിം കാർഡുകൾ ദീർഘകാലത്തേക്ക് റീചാർജ് ചെയ്യാതെ തന്നെ ആക്റ്റീവായി നിർത്താൻ സാധിക്കും. ജിയോ ഉപയോക്താക്കൾക്ക് സിം റീചാർജ് ചെയ്യാതെ 90 ദിവസത്തേക്ക് ആക്റ്റീവായി നിലനിർത്താൻ സാധിക്കും. ഈ കാലയളവിന് ശേഷം വീണ്ടും ആക്റ്റീവ് ആക്കാൻ പ്ലാന് ആവശ്യമാണ്. ഈ 90 ദിവസങ്ങളിൽ ഇൻകമിംഗ് കോളുകൾ വ്യത്യാസപ്പെട്ടേക്കാം. ചില ഉപയോക്താക്കൾക്ക് ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ ആവാം. 90 ദിവസം നിഷ്ക്രിയമായിട്ടും ഉപയോക്താവ് റീചാർജ് ചെയ്യുന്നില്ലെങ്കിൽ ജിയോ സിം ശാശ്വതമായി വിച്ഛേദിക്കപ്പെടുകയും ആ സിം മറ്റൊരാൾക്ക് നൽകുകയും ചെയ്യും. എയർടെൽ സിം കാർഡുകൾ റീചാർജ് ചെയ്യാതെ തന്നെ 90 ദിവസത്തിലധികം ആക്റ്റീവായി തുടരും. ഈ കാലയളവിന് ശേഷം ഉപയോക്താക്കൾക്ക് അവരുടെ നമ്പർ റീആക്റ്റീവ് ചെയ്യാനും 15 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കും. എന്നിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ അതേ നമ്പർ പുതിയ ഉപയോക്താവിന് ലഭിക്കും. VI ഉപയോക്താക്കൾക്ക് അവരുടെ സിം റീചാർജ് ചെയ്യാതെ 90 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്പറിന്റെ സേവനങ്ങൾ നിലനിർത്താൻ 49 രൂപയുടെ വാലിഡിറ്റി പ്ലാൻ ആക്റ്റീവ് ആക്കണം. സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNL ആണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കാലാവധി നൽകുന്നത്. BSNL സിം റീചാർജ് ചെയ്യാതെ 180 ദിവസത്തേക്ക് ആക്റ്റീവായി തുടരും. ഇടയ്ക്കിടെ റീചാർജുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. ട്രായുടെ പുതിയ മാർഗനിർദ്ദേശം ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് ഗുണം ചെയ്യും. അതേസമയം വോയിസ് കോളുകൾക്കും SMS-നും മാത്രമായി റീചാർജ് ചെയ്യാനുള്ള സൗകര്യം നൽകണമെന്ന നിർദ്ദേശം ഇറക്കിയിരുന്നു ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്ന നിരവധി ഉപയോക്താക്കളാണ് ഉള്ളത്. ഇക്കൂട്ടർക്ക് ആവശ്യമില്ലാത്ത സേവനങ്ങൾക്ക് കൂടി പണം നൽകേണ്ട അവസ്ഥയാണെന്നായിരുന്നു ട്രായ് ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെയുള്ളവർക്ക് ആവശ്യമുള്ള സേവനത്തിന് മാത്രമായി റീചാർജ് സൗകര്യം ഒരുക്കണമെന്ന് ടെലികോം കമ്പനികളോട് ട്രായ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2012 ടെലികോം ഉപഭോക്തൃ സംരക്ഷണ നിയന്ത്രണ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തായിരുന്നു ട്രായ് ഉത്തരവിറക്കിയത്. ഒരു സ്പെഷ്യൽ താരിഫ് വൗച്ചറെങ്കിലും വോയിസ് SMS സേവനത്തിന് മാത്രമായി പുറത്തിറക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. രാജ്യത്ത് 15 കോടി മൊബൈൽ വരിക്കാർ ഇപ്പോഴും 2G കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ ഭേദഗതി കൊണ്ടുവന്നത്. ടെലികോം കമ്പനികൾ നിലവിലുള്ള റീചാർജ് വൗച്ചറുകൾക്കൊപ്പം പരമാവധി 365 ദിവസം വരെ വാലിഡിറ്റി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവുമുണ്ട്.